ആദ്യത്തെ വന്ദേ ഭാരത് തന്നെ മിസ്സാവുമോ ദൈവമേ. അങ്ങനെ 14 ദിവസത്തെ അയോധ്യാവാസത്തിന് ശേഷം നമ്മൾ ഇന്ന് തിരിച്ച് ബാംഗ്ലൂരേക്ക് പോവാണ് കേട്ടോ. ഇവിടുന്ന് അയോധ്യ ക്യാൻറ്റീനിൽ വന്ദേ ഭാരത് ഉണ്ട്. വന്ദേ ഭാരതിൽ നമ്മൾ ലക്നൗ വരെ പോകും. ലക്നൗ നിന്നാണ് നമുക്ക് ഫ്ലൈറ്റ് ബാംഗ്ലൂരേക്ക്. അപ്പോൾ ഇന്നത്തെ യാത്രയുടെ കാഴ്ചകളിലേക്ക് സ്വാഗതം. ഇതാട്ടോ നമ്മുടെ റൂം. ഞാൻ ഈ റൂമിനോട് വിട പറയുകയാണ്. 14 ദിവസം ഈ റൂമിലായിരുന്നു കേട്ടോ. ഇതാണ് കേട്ടോ നമ്മൾ താമസിച്ച റൂം. ഇത് ഭണ്ഡാരയാണ് കേട്ടോ. ഭണ്ഡാരയിലേക്കുള്ള ഭക്ഷണം ഉണ്ടാക്കുന്ന സ്ഥലമാണ് കേട്ടോ. ഇവിടെ എപ്പോഴും ഇങ്ങനെ ഫുഡ് കൊടുത്തോണ്ടേ നിൽക്കും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ. അങ്ങനെ നമ്മൾ അമ്പലത്തിന്റെ എൻട്രൻസിന്റെ ഫ്രണ്ടിലെത്തി കേട്ടോ. ഇതിനെ കുറച്ചങ്ങോട്ട് നടക്കണം വണ്ടി കിട്ടാൻ. ഇന്ന് രാവിലെ പോയി തൊഴുതു കേട്ടോ. ഇതിലും തിരക്കാട്ടോ. ഇന്ന് തിരക്ക് കൂടുതലാണ്. ഞാൻ വന്ന സമയത്തൊക്കെ തിരക്ക് കുറവായിരുന്നു. അങ്ങനെ ഒരു വണ്ടി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ലോക്കൽ വണ്ടിയാണ്. ഇവിടുന്ന് ഏകദേശം 6 കിലോമീറ്റർ ഉണ്ട് കേട്ടോ അയോധ്യ ക്യാൻറ്റീനിലേക്ക്. നമ്മൾ വന്നിറങ്ങുന്ന ഏറ്റവും അടുത്ത റെയിൽവേ സ്റ്റേഷൻ അയോധ്യ ഡാം ആണ് കേട്ടോ. വണ്ടിക്കാട്ടോ നമ്മൾ വന്നത്. സംഭവം നൈസായിട്ട് പതിവാളി. ഈ സമയം വൈകി ഗൈസ്. ഇപ്പോൾ സമയം 3:07 3:20 ട്രെയിന്. ഇവിടുന്ന് കുറച്ചുകൂടി അങ്ങോട്ടുണ്ട്. കിട്ടുമായിരിക്കും വിചാരിക്കുന്നു. ആദ്യത്തെ വന്ദേ ഭാരത് തന്നെ മിസ്സാവുമോ ദൈവമേ. വേറെ ഓട്ടോ ഓടി പിടിച്ചു കേട്ടോ. ഓടി പിടുത്തം വിട്ടു. ഓടി പിടിച്ച് വന്ന് C4 ആണ് ഗൈസ്. നമ്മൾ ഇപ്പോൾ C4ലേക്ക് കയറാം. എൻ്റെ പ്രശ്നമാണ്, എൻ്റെ ഓട്ടം തന്നെയാണ്. ഞാനിത്തി ആടി തൂങ്ങി നിന്നിട്ട് ഇറങ്ങി സംഭവം വണ്ടി കയറി ഗൈസ്. ഇനിയിപ്പോൾ ലക്നൗ വരെ ഈ വണ്ടിയാണ്. ലക്നൗന്ന് ഈ വണ്ടി ഇറങ്ങിയിട്ട് പിന്നെ നമ്മൾ അടുത്ത വണ്ടി പിടിച്ചിട്ട് എയർപോർട്ട് വരെ പോകണം. അതൊക്കെ എവിടെ എന്താണെന്ന് അറിയത്തില്ല. ഒക്കെ നോക്കണം. അയ്യോ തുറക്ക സീസ് 78 ആണ് കേട്ടോ നമ്മുടെ സീറ്റൊക്കെ അടിപൊളിയാണ് കേട്ടോ. അടിപൊളി ലഗേജൊക്കെ വെക്കാൻ മേളിൽ നല്ല സ്ഥലമുണ്ട്. ഇവിടെ സ്ക്രീനിൽ എല്ലാ സംഭവം എഴുതി കാണിക്കും കേട്ടോ. വണ്ടി പോകുന്ന സ്പീഡ്, ക്യാബിന്, ഏത് സ്ഥലമാണ്, ഏത് സ്റ്റേഷനിലേക്കാണ് എത്തുന്നത് എല്ലാം എഴുതി കാണിക്കുന്നുണ്ട്. ഇവിടെ ലൈറ്റ് ഉണ്ട് കേട്ടോ. ഇത് ടച്ചാണ് കേട്ടോ. ചുമ്മാ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ കത്തും കേട്ടോ. ചുമ്മാ ടച്ച് ചെയ്തായി. എത്ര നേരം കത്തി വെക്കുമെന്ന് അറിയില്ല. പക്ഷെ ടച്ച് ചെയ്താൽ അത് കിട്ടും. ഒരു ടൈമിംഗ് ഉണ്ട്. അത്രയും സമയം ഇങ്ങനെ ഇത് കത്തി നിൽക്കും. ഡോറൊക്കെ അടയ്ക്കാൻ പോകുന്നു എന്നുള്ളത് പറയുന്നുണ്ട് കേട്ടോ. ദർവാസ ബന്ദ് ഹോ റഹി ഹൈ. അങ്ങനെ നമ്മുടെ വണ്ടി സ്റ്റാർട്ടായിരിക്കുകയാണ്. ഇവിടെ ഒരു സ്ക്രീനൊക്കെ ഉണ്ട് കേട്ടോ. വണ്ടി ഓടുന്നതിൻ്റെ കാര്യങ്ങളും സ്പീഡും എല്ലാം ഇതിൽ കാണിക്കുന്നുണ്ട്. ഇവിടുന്ന് ഏകദേശം 130 കിലോമീറ്റർ ബൈ റോഡ് ഉണ്ട്. ഇത് ഒറ്റ സ്റ്റോപ്പാണ്. ഡയറക്റ്റ് ഇവിടെ നിർത്തി ഞാൻ നേരെ ലക്നൗ ആണ് അടുത്ത സ്റ്റോപ്പ്. ഏകദേശം കറക്റ്റ് ടൈമിൽ തന്നെ എടുത്തു കേട്ടോ. 3:20 ഇവിടുന്ന് എടുക്കുന്ന ടൈം. 3:28 വണ്ടി എടുത്തു. 3:27 എടുത്തു. 7 മിനിറ്റോ പ്ലാറ്റ്ഫോമിൽ ആൾക്കാർ കയറാനും ഇറങ്ങാനൊക്കെ നിർത്തിയുള്ളൂ. കറക്റ്റ് ടൈമിംഗ് ആണ് കേട്ടോ. ഇനി നമുക്ക് 1 മണിക്കൂർ 55 മിനിറ്റുമാണ് പറഞ്ഞത്. അപ്പോൾ അവിടെ എത്തുന്ന ടൈം നോക്കാം. ഇത് കറക്റ്റ് ടൈമിന് ഓടുന്നു. വേറെ സ്റ്റോപ്പൊന്നും ഇറക്കില്ല. അടിപൊളിയാട്ടോ. ഈ ഡോറിൻ്റെ മുകളിലായിട്ട് ഒരു ക്യാമറ ഉണ്ട്. അതുപോലെ തന്നെ അപ്പുറത്തെ ഡോറിൻ്റെ മുകളിലും ക്യാമറ ഉണ്ട്. സ്റ്റാഫൊക്കെ ആട്ടോ. സ്റ്റാഫൊക്കെ എയർ ഹോസ്റ്റസിനെ പോലെ അറിയിക്കുന്നത് കിടലോ. അടിപൊളിയാണ്. അച്ഛായേ പാനിയൊക്കെ തരും കേട്ടോ. ഒരു വെള്ളം തന്നു. ഇത് റെയിൽ നീര് 1 ലിറ്റർ വെള്ളമൊക്കെ തന്നു കേട്ടോ. ഇത് നമ്മുടെ വെള്ളക്കുപ്പി. അപ്പോൾ ഈ വെള്ളം എടുത്തിട്ട് ഈ കുപ്പിക്കകത്ത് നിറയ്ക്കാൻ കഴിയും. ഇത് നമുക്ക് ഫുഡ് കഴിക്കാനൊക്കെ ഉള്ള ട്രേ ആണ് കേട്ടോ. സ്റ്റാൻഡ് ഇതിങ്ങ് വരെ എത്തും കേട്ടോ. നമ്മുടെ മടി വരെ നല്ല അടിപൊളിയായിട്ടിരുന്ന് ഭക്ഷണമൊക്കെ കഴിക്കാമായിട്ട് സൂപ്പറാണ് കേട്ടോ ഇത്. പിന്നെ ഇവിടെ ഒരു ഫുഡ് റെസ്റ്റ് ഉണ്ട് ഗൈസ്. ഇതിങ്ങനെ ചവിട്ടി വെക്കാൻ. ഇത് നമുക്ക് വന്നപ്പോൾ തന്നതാണ് കേട്ടോ. ഈ കുപ്പി വെള്ളം, ഒരു കുപ്പി വെള്ളം, പിന്നെ ഇവിടെ ഒരു നേരത്തെ സംഭവം. ഇത്ര സംഭവമാണ് ഇതിലുള്ളത്. ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട്. ഇത് സീറ്റ് ബേക്കോട്ടാക്കാനുള്ളതാണെന്ന് തോന്നുന്നു. നല്ല അടിപൊളിയായിട്ട് ചാരി കംഫർട്ടബിൾ ആയിട്ട് ഇരുന്നു. ആദ്യമായിട്ടാണ് ഗൈസ് ട്രെയിനിൽ ഇത്ര മനസമാധാനമായിട്ട് ഇരുന്ന് യാത്ര ചെയ്യുന്നത്. ഇതാണ് ഇതിൻ്റെ അകത്തെ ടി ഒക്കെ നല്ല കിടലൻ ലുക്കൊക്കെയാണ് കേട്ടോ. ഡ്രസ്സൊക്കെ വ്യത്യാസമുണ്ട്. അങ്ങനെ ഫുഡൊക്കെ കൊണ്ട് തരുന്നുണ്ട് കേട്ടോ. ഇതാണ് കേട്ടോ നമുക്ക് കിട്ടിയത്. ഇതിൽ ഒരു ഫ്രൂട്ടി ഒരെണ്ണമുണ്ട്. ഫ്രൂട്ടീൻ്റെ സ്ട്രോ ഉണ്ട്. പിന്നെ ഒരു കവറിൽ ഇതിവിടുത്തെ വേറെ ഈ നോർത്ത് ഇന്ത്യൻ ഫുഡാണ് കേട്ടോ. സമൂസയൊക്കെ പോലത്തെ വേറെ സാധനം. കച്ചോടി അങ്ങനത്തെ എന്തൊരു പേര് പറയും. പിന്നൊരു ഡയറ്റ് മിക്സ്ചർ എന്ന് പറഞ്ഞിട്ടൊരു മിക്സ്ചർ ഉണ്ട്. പിന്നെ ഒരു ഇതെന്താ ഹിമാലയൻ സാൾട്ട് കാരമൽ പോപ്കോൺ ആണ്. ഒരു പോപ്കോണും ഉണ്ട്. ഒരു ചെറിയ കവർ പോപ്കോൺ. പിന്നെ ഒരു കച്ചപ്പ് ഉണ്ട്. അത് നമുക്ക് ഇതിൻ്റെ കൂടെ കഴിക്കാനുള്ളതാണ് കേട്ടോ.
അപ്പൊ ഫുഡ് കഴിക്കട്ടെ. പോപ്കോൺ എന്നൊക്കെ പറഞ്ഞാൽ നല്ല കിടിലൻ പോപ്കോൺ ആണ് കേട്ടോ. അതുകൊണ്ടോ ഫുള്ള് ചോക്ലേറ്റ് ആൻഡ് കാരമല് ഒക്കെ വെച്ചായിട്ടുള്ള കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതാണ് കേട്ടോ മിക്സർ. അതിൻ്റെ അകത്ത് പൊരി മിക്സർ ഒക്കെ കൂടി മിക്സ് ആ കടലൊക്കെ ഉണ്ട്. ഇതും കിടിലൻ ടേസ്റ്റ് കേട്ടോ. കിട്ടിയത് ഓർമ്മയുള്ളൂ. നിമിഷ നേരം കൊണ്ട് എല്ലാം തീർത്തു കേട്ടോ. അടിപൊളിയാണ് കേട്ടോ. എല്ലാം നല്ല ക്വാളിറ്റി ഉള്ള ഫുഡ്. കിട്ടിയത് അറിഞ്ഞില്ല, എല്ലാം പട പറയുന്ന പറഞ്ഞിട്ടാണ് തീർന്നത്. സൂപ്പർ ഫുഡ്, സൂപ്പർ അടിപൊളി. ഇവിടെ സീറ്റിന്റെ അടിയിലായിട്ട് ചാർജ് ചെയ്യാനുള്ള പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതിപ്പോഴാണ് ഞാൻ കണ്ടത്. പ്ലഗ് യു എസ് ബി എല്ലാം കുത്താൻ പറ്റും. എല്ലാ സ്ഥലത്തും പണികളൊക്കെ നടക്കുകയാണ് കേട്ടോ. ഇത് പുതിയ ട്രാക്ക് വരുന്നതാണ്, റെയിൽവേന്റെ പുതിയ ട്രാക്ക് വരുന്നതാണ് കേട്ടോ. ഇത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും കിട്ടലുമാകും കേട്ടോ. യാത്രയ്ക്കുള്ള സമയമൊക്കെ വളരെ കുറയും. ഇത് തന്നെ ഇപ്പം നമുക്ക് ഏകദേശം 3-3.5 മണിക്കൂർ 4 മണിക്കൂർ അടുത്തൊക്കെ എടുക്കുന്ന സമയത്താണ് 1 മണിക്കൂർ 55 മിനിറ്റ് 2 മണിക്കൂർ കൊണ്ട് നമ്മൾ എത്തുന്നത്. അപ്പോഴത്തേക്കും ഇത് ചായ എത്തിട്ടോ. വൻ രസം. ഇത് അടിപൊളിയാണല്ലോ. नहीं आपका नहीं आपका पानी यही नहीं है, गर्म पानी. थैंक यू. एक താങ്ക് യു. ചൂട് വെള്ളം തരും. അതുപോലെ തന്നെ ഒരു ചായന്റെ ഒരു കഫേ ടീ മിക്സർ ആട്ടോ. മിൽക്ക് പൗഡറും ചായയും കൂടി മിക്സ് ആണെന്ന് തോന്നുന്നു. ഇതും തരും. മധുരമൊക്കെ ഇതിൻ്റെ അകത്ത് ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. നോക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട്. കിടിലൻ ചായ കേട്ടോ. നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ട്. ഞാൻ വർത്താനൊക്കെ പറഞ്ഞ് ഒരു റീലൊക്കെ എടുത്ത് കുടിച്ചു ഫുള്ള്. നല്ല ടേസ്റ്റ് ഉണ്ട്. ഏലക്കായ്, പാൽപ്പൊടി, എല്ലാ സംഭവം ഉണ്ട് കേട്ടോ. അതിൽ മധുരവും എല്ലാം ഉണ്ട്. ഇത്രയും സാധനങ്ങളാണ് കേട്ടോ നമുക്ക് കഴിക്കാൻ കിട്ടിയത്. സൂപ്പറാണ് കേട്ടോ. അടിപൊളി സംഭവം. കിടുവാണ്. കാശ് കൊടുത്താൽ എന്താ, അതിനുള്ള ബെനിഫിറ്റ് തരുന്നുണ്ട് ഇവർ. ഈ സ്നാക്സും പിന്നെ വന്ന ചായയും ഒക്കെ കുടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ എത്തേണ്ട സ്ഥലം എത്തിയിട്ടോ. ലക്നൗ എത്താനായി. ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതാണ് കേട്ടോ വന്ദേ ഭാരതിലെ വാഷ്റൂമൊക്കെ അതിൻ്റെ ക്ലീനാണ്. അടിപൊളി. ഇത്രയും ക്ലീൻ ബാത്റൂം ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കേട്ടോ ട്രെയിനിൽ കാണുന്നത്. അടിപൊളി. അങ്ങനെ നമുക്ക് ഇറങ്ങാനുള്ള സ്റ്റേഷനും കാര്യങ്ങളൊക്കെ എത്തിയിട്ടോ. ലക്നൌവിൽ എത്തിയിട്ടോ. നമുക്ക് ഇറങ്ങാം. അങ്ങനെ നമ്മൾ ഈ വണ്ടിയിലാണ് കേട്ടോ നമ്മൾ വന്നത്. നമ്മുടെ ആദ്യത്തെ വന്ദേ ഭാരതാണ് ഗൈസ്. അയോധ്യയിൽ നിന്ന് ലക്നൌവിലേക്ക്. ലക്നൗ എന്ന് പറഞ്ഞ സ്ഥലത്ത് ആദ്യമായിട്ട് വരികയാണ് കേട്ടോ ഞാൻ. ലക്നൗ നമ്മുടെ പവിത്രമായ കാലുകൾ ലക്നൌവിലും കുത്തിയിരിക്കുകയാണ്. ഇത് റെയിൽവേ സ്റ്റേഷൻ്റെ ഉള്ളിലാണ് കേട്ടോ. ബഗ്ഗിക്കാട്ട്. അത് മറ്റേ കറണ്ടിൻ്റെ വണ്ടിയാണ്. ഇതുപോലെ ആൾക്കാരെ കൊണ്ടുവിടുന്നുണ്ട് കേട്ടോ. അടിപൊളി. ട്രെയിനിൻ്റെ തൊട്ട് മുമ്പിൽ വരെ കൊണ്ട് വിടുന്നു വണ്ടിക്ക്. ഇനി നമുക്ക് റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തിറങ്ങിയിട്ട് നമുക്ക് പോകേണ്ടത് ലക്നൗ എയർപോർട്ടിലേക്കാണ് കേട്ടോ. ഇതാണ് കേട്ടോ നമ്മുടെ ആദ്യത്തെ വന്ദേ ഭാരത്. 300. कौन सा गाड़ी आपका? ऑटो. 300. अभी जाना है कि कल जाना?